കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ചത് പുഴുവരിച്ച അരി. 18 ചാക്ക് അരിയാണ് പുഴു നിറഞ്ഞ നിലയിലുള്ളത്. സംഭവം വിവാദമായതിന് പിന്നാലെ പഴകിയ അരിച്ചാക്കുകൾ മാറ്റി പുതിയത് വിതരണത്തിനെത്തിക്കാമെന്ന് റേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. NGO ക്വാർട്ടേഴ്സിന് സമീപത്തെ റേഷൻ കടയിലാണ് പുഴുവരിച്ച പച്ചരി വിതരണത്തിനെത്തിച്ചത്. 18 ചാക്കിലെ അരിയാണ് ഇത്തരത്തിൽ പുഴുവരിച്ചിട്ടുള്ളത്. NGO ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന KV ഫ്രാൻസിസ് 3 കിലോ പച്ചരി വാങ്ങിയപ്പോഴാണ് പുഴുവരിച്ച നിലയിൽ കണ്ടത്. 18ഓളം ചാക്കുകളിലെ അരിയാണ് ഇത്തരത്തിൽ പുഴുവരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പച്ചരിയിൽ അരി കുറവാണ്, പുഴുവിൻ്റെ കൂടുമാണ് കൂടുതൽ. 3 കിലോ അരി വാങ്ങിച്ചു, അത് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു. കഴിഞ്ഞ മാസം അവസാനമാണ് ഈ അരി വിതരണത്തിനെത്തിച്ചത്. നേരത്തെ എത്തിച്ച അരി ബാക്കിയുള്ളതിനാൽ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചതെന്ന് കടയുടമ പറയുന്നു. നമുക്ക് മുൻകൂട്ടിയുള്ള ഉത്തരവാണ് മോശമായ അരി ഒരാൾക്കും കൊടുക്കരുതെന്നുള്ള ഉത്തരവ് മുൻകൂട്ടിയുള്ളതാണ്. ഒരു കസ്റ്റമറിന് മോശമായ അരി ഉണ്ട്, മോശമായ അരി തിരിച്ച് അയക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യാറ്. വേറെ ചാക്കുണ്ടായിരുന്നു, അതിൻ്റെ 2 ആഴ്ച മുമ്പ് വന്ന ചാക്കുണ്ടായിരുന്നു, അത് പൊട്ടിച്ചത്. ഇത് പൊട്ടിക്കാൻ തുടങ്ങിയവരാണ് ഇത് കണ്ടത്. പിന്നെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുഴുവരിച്ച അരി തിങ്കളാഴ്ച തിരികെ കൊണ്ടുപോകുമെന്ന് റേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. അതേസമയം FCI ഗോഡൌണിൽ അവശേഷിച്ച അരിയാണ് വിതരണം ചെയ്തതെന്നും മാർച്ച് 31-നകം കൊടുത്തു തീർക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് വിശദീകരിക്കുന്നു. പുഴുവരിച്ച പച്ചരി എങ്ങനെ വിതരണത്തിനെത്തി? കൃത്യമായ അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.